ഹായ് എവരി വൺ. ഇന്നത്തെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് DNAC. DNAC എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ സെൻറ്റർ എന്നാണ്. സിസ്കോൻ്റെ ലാൻ ഓട്ടോമേഷൻ അല്ലെങ്കിൽ ലാൻ സെൻട്രലൈസ്ഡ് ആയിട്ട് മാനേജ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഓട്ടോമേറ്റ് ചെയ്യേണ്ട ഒരു ഡീകപ്ലിംഗ് മെത്തേഡാണ് DNAC എന്ന് പറയുന്നത്. അതായത് SD ആക്സസ് DNAC വെച്ചിട്ടാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ളതാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് DNAC എന്ന് പറയുന്നത്. ശരിക്കും DNAC എന്ന് പറയുന്നത് സിസ്കോൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ഓക്കെ, ലാനിനെ, അതായത് ഒരു ക്യാമ്പസ് നെറ്റ്വർക്കിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഓട്ടോമേറ്റ് എന്ന് മാത്രമല്ല, കംപ്ലീറ്റ് സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇതൊരു ഫിസിക്കൽ അപ്ലയൻസസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അതുകൂടാതെ ഇതിൻ്റെ വിർച്വൽ ഇമേജ് ഉണ്ട്, VM ഇമേജ് ഉണ്ട്. അത് വെച്ചിട്ടും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുകിൽ ക്ലൗഡിലോ അല്ലെങ്കിൽ VMwareലോ ഒന്നുകിൽ ഓൺ പ്രിമൈസ് VMwareൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഒരു VMware EXS ഇട്ടിട്ട് അതിനകത്ത് വേണമെങ്കിൽ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ക്ലൗഡിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ഫിസിക്കൽ ഡിവൈസ് ആയിട്ട് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റും. എന്താണെങ്കിലും നമുക്ക് സെയിം ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ DNAC എന്ന് പറയുന്നത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഐഡൻറ്റിറ്റി ബേസ്ഡ് പോളിസി ആൻഡ് സെഗ്മെൻറ്റേഷനാണ്. അതായത് ഇപ്പം നമുക്ക് ഐഡൻറ്റിറ്റി ബേസ്ഡിന് പകരം നമ്മൾ VLAN ബേസ്ഡ് ആയിട്ടാണ് അല്ലെങ്കിൽ IP ബേസ്ഡ് ആയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പോളിസീൻ്റെ ഇംപ്ലിമെൻറ്റേഷനും സെഗ്മെൻറ്റേഷനൊക്കെ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അത് ഇനി മുതൽ യൂസർ ബേസ്ഡ് ആയിട്ട് ഉള്ള രീതിയിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ശരിക്കും ഈ DNACും ISC എന്ന് പറയുന്ന ഡിവൈസും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുക ഈ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓട്ടോമാറ്റഡ്, പിന്നെ വേറൊരു ബെനിഫിറ്റ് ഓട്ടോമാറ്റഡ് നെറ്റ്വർക്ക് ഫാബ്രിക്. അപ്പം നമുക്ക് ഒരു പുതിയ ഡിവൈസ് ഓൺ ബോർഡിങ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അതിൻ്റെ കോൺഫിഗറേഷൻ പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് സെൻട്രലൈസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാതെ ഇൻസൈറ്റ് ആൻഡ് ടെലിമെട്രി. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ട്രാഫിക് അനലിറ്റിക്സ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അത് ചെക്ക് ചെയ്യാനൊക്കെ മോണിറ്ററിങ് ചെയ്യാനൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും. ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് ഡിവൈസ് ഈ DNACിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഏത് ബ്രാഞ്ചസ് ആണെങ്കിലും ആ ബ്രാഞ്ചസിനകത്തുള്ള ഡിവൈസ് കംപ്ലീറ്റ് മോണിറ്റർ ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും സെൻട്രലൈസ്ഡ് ആയിട്ട് ഇരുന്നുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. മോണിറ്ററിംഗ് എന്ന് മാത്രമല്ല, എന്തൊക്കെ ഒരു നെറ്റ്വർക്കിനകത്ത് ചെയ്യണോ അത് കംപ്ലീറ്റ് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതാണ് DNACിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സിസ്കോ DNA സെൻറ്റർ. DNAC ഈസ് എ ടൂൾ ഫോർ നെറ്റ്വർക്ക് ഓപ്പറേഷൻസ്, ഇംപ്രൂവ് സെക്യൂരിറ്റി ആൻഡ് എനേബിൾസ് ഫാസ്റ്റർ മോർ എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് മോഡേൺ എൻ്റർപ്രൈസ് നെറ്റ്വർക്ക്. ഇപ്പോൾ ഉള്ളൊരു മോഡേൺ എൻ്റർപ്രൈസ് നെറ്റ്വർക്കിനകത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻട്രലൈസ്ഡ് ആയിട്ട് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. അതിൻ്റെ നെറ്റ്വർക്ക് ഓപ്പറേഷൻസ് നമുക്ക് സെൻട്രലൈസ് ചെയ്യാൻ പറ്റും. അതിന് കൂടുതൽ സെക്യൂർ ആയിട്ടാണ് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, പിന്നെ ഫാസ്റ്റർ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് അവൈലബിൾ ആണ്. അതായത് ഒരു പുതിയ ഇപ്പോൾ സപ്പോസ് നമുക്കൊരു 10 സ്വിച്ചസ് നമുക്ക് ആഡ് ചെയ്യണം ഈ നെറ്റ്വർക്കിനകത്ത്. ഒരു പുതിയ ബ്രാഞ്ചിൽ ഒരു 10 ഡിവൈസുകൾ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഡിസൈൻ വെച്ചിട്ട് നമുക്ക് അവിടെ കണക്ട് ചെയ്താൽ മാത്രം മതി. കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഈ DNS സെൻറ്ററിൽ നിന്ന് പുഷ് ചെയ്തോളൂ. പിന്നെ അടുത്ത ഡെഫിനിഷൻ, സിസ്കോ DNAC ഈസ് എ സെൻട്രൽ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോം വിച്ച് ക്യാൻ ഓട്ടോമേറ്റ്സ് ആൻഡ് മോണിറ്റേഴ്സ് ക്യാമ്പസ് നെറ്റ്വർക്ക് ഓപ്പറേഷൻസ്. പിന്നെ വേറെ ഡെഫിനിഷൻ, സിസ്കോ DNAC ഹെൽപ്സ് കൺട്രോൾ ആൻഡ് സെക്യൂർ നെറ്റ്വർക്ക് സെൻട്രലി. പിന്നെ സിസ്കോ DNAC എനേബിൾസ് പോളിസി ബേസ്ഡ് എൻ്റർപ്രൈസ് നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ്. പിന്നെ സിസ്കോ DNAC മാനേജസ് ബോത്ത് വയേർഡ് ആൻഡ് വയർലെസ് നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ്. ഓക്കെ, എല്ലാം ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ലാനിനെ മൊത്തം, ഒരു ക്യാമ്പസ് നെറ്റ്വർക്കിനെ മൊത്തം, അല്ലെങ്കിൽ നിങ്ങളുടെ എത്ര ബ്രാഞ്ചസ് ഉണ്ടോ അവിടുത്തെ മൊത്തം ക്യാമ്പസ് നെറ്റ്വർക്കിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻട്രലൈസ്ഡ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റും. അതാണ് DNACിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. താങ്ക് യു.